അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ കെ.എം. ഷാജിയുടെ അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നാവശ്യപ്പെട്ട നികേഷ് കുമാർ സുപ്രീം കോടതിയിൽ 2016 തെരഞ്ഞെടുപ്പ് കേസ് അപ്രസക്തമായെങ്കിലും ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്ന ആവശ്യം. നികേഷ് കുമാറിന്റെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി പറഞ്ഞു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, 2016 സ്ഥാനാർത്ഥി പത്രിക നൽകിയത് മുതൽ തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇപ്പോൾ കോടതി എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് കെ.എം. ഷാജിയുടെ അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നതാണ് ഇപ്പോൾ നികേഷ് കുമാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, 2016 തെരഞ്ഞെടുപ്പ് കേസ് നിലവിൽ അപ്രസക്തമായിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ അയോഗ്യത അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അയോഗ്യത പ്രാബല്യത്തിലായാൽ ഒരുപക്ഷെ കെ.എം. ഷാജിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. എന്തായാലും 6 വർഷത്തെ അയോഗ്യതയാണ് അന്ന് കെ.എം. ഷാജിക്ക് കേരള ഹൈക്കോടതി വിധിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയ കാർഡ് പ്രചരിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു നികേഷ് കുമാർ ഉയർത്തുകയും അത് കേരള ഹൈക്കോടതി ശരിവെക്കുകയുമായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ആ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും കേസ് നിലവിൽ അപ്രസക്തമാണ്. പക്ഷേ അന്ന് ഹൈക്കോടതി വിധിച്ച അയോഗ്യത അത് പ്രാബല്യത്തിൽ വരണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നികേഷ് കുമാറിന്റെ ആവശ്യത്തിൽ ഒരു വിശദമായ വാദം കേൾക്കാമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അനീഷ.